നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 7 ദിവസമായിട്ട് അറിയാം, അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയിട്ട് എല്ലാവരും തെരച്ചിലാണ്. അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ അത് കുത്തി നാട്ടി ചീഞ്ഞ് നശിപ്പിച്ച മലയാളികളായ കുറേ മാധ്യമപ്രവർത്തകർക്കും കുറേ ഓൺലൈൻ സിംഹങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആദ്യ ദിവസങ്ങളൊക്കെ ചെയ്താൽ ഭയങ്കര നെഗറ്റീവ് അടിക്കും. അതുകൊണ്ടാണ് ചെയ്യാനത്. ഈ 1-2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം മുതലാണെന്ന് എല്ലാവരും പറയുന്ന ഒരു സംഭവം. 1-2 ദിവസം മുതലല്ല, ആദ്യ ദിവസം തന്നെ അവിടെ ഒരുപാട് മെഷീൻസും JCB പ്രൊക്ലൈൻ പോലുള്ള മെഷീനുകളും ടിപ്പറുകളും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും അവിടെ അതിശക്തമായ മഴയാണെന്നും അതുപോലെ തന്നെ മണ്ണടിച്ചിലാണെന്നും എല്ലാവർക്കും അറിയായിരുന്നു. അവിടുത്തെ ലോക്കൽ ചാനലുകൾക്ക് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒന്നാണ്. അത് അങ്ങനെ ഒരു സത്യാവസ്ഥ നിലനിൽക്കെ അവിടെ പ്രശ്നമൊന്നുമില്ല എന്നും കർണാടകയിലത്തെ ഉദ്യോഗസ്ഥരൊന്നും ചെയ്യുന്നില്ല എന്നും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വൻ വിവാദം സൃഷ്ടിച്ച് ഇവിടുന്ന് അവിടെ ആൾക്കാർ പോകുന്നു. 3ാമത്തെ ദിവസം മുതലാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും നടക്കുന്നുണ്ടായിരുന്നു, അതെല്ലാവർക്കും കാണായിരുന്നു. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും മൃതശരീരങ്ങൾ കിട്ടുന്നു. ഒരു വെഹിക്കിൾ കിട്ടിയത് 7 കിലോമീറ്റർ ദൂരത്തുനിന്നും അതിലത്തെ 2 ഡ്രൈവർമാരെ കിട്ടിയത് 42 കിലോമീറ്റർ ദൂരത്തുനിന്നും എന്നാണ് വാർത്തയിൽ ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ കർണാടകയിലെ ലോക്കൽ ചാനലൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം നമ്മുടെ മലയാളികൾ ഇവിടെ വേറൊരു വികാരം സൃഷ്ടിച്ച് നമ്മളെല്ലാം ഒന്നാണ്, നമ്മൾ എന്തും ചെയ്യും എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പം ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞാൽ ആദ്യ ദിവസം അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാം നെഗറ്റീവ് വരും എന്നറിയാം. പക്ഷെ ഇപ്പം കുറേയേറെ ആൾക്കാർക്ക് ബോധം വന്ന് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പം ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന ഒരു വാർത്തയാണ്. വാർത്ത മാത്രമല്ല, ഭാരത് ബെൻസിന്റെ ഷോറൂമിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്ത ചാനലുകൾ കേരള ചാനലുണ്ട്. മണ്ണിന്റെ അടിയിൽ മൂടിക്കിടക്കുന്ന വെഹിക്കിൾ സ്റ്റാർട്ടാണ്. അത് ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് റണ്ണിങ്ങിലാണ്. പിന്നെ അതിൽ മൊബൈൽ വെല്ലടിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഇത്രയും വലിയൊരു ഭീമാകരമായ ഒരു മല ഇടിഞ്ഞു വീണ് അതിന്റെ അടിയിൽ കിടക്കുന്ന ഒരു മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു വെഹിക്കിളിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായി നിൽക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബോധമില്ലാത്ത വർത്തമാനം പറഞ്ഞേ. അത് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രബുദ്ധരായ മലയാളികളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന വെഹിക്കിൾ എങ്ങനെയാണ് റണ്ണിങ് നിൽക്കുക? ഭാരത് ബെൻസ് എന്ന കമ്പനി, ആ കമ്പനിയുടെ ഒരു സ്റ്റാഫ് ഒരു ചാനലിനോട് പറഞ്ഞാണ് ഈ വണ്ടി ഇതൊക്കെ ഉൾക്കൊള്ളാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലാണ് വണ്ടി ഉണ്ടാക്കിയത്. ഇതിന്റെ സൈഡ് മിറർ, സൈഡ് ഡോറ് നമ്മുടെ ഇത്രയും കപ്പാസിറ്റി ഉൾക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ കണക്കാണ്. അതെങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക? മണ്ണിനടിയിൽ എഞ്ചിൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ബേൺ ആവുക എന്നുള്ളതാണോ? ഈ ബേൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഓക്സിജൻ എവിടെ നിന്ന് കിട്ടും? അപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുക? ഇതൊക്കെ ഒരുമാതിരി ആ സമയത്ത് ക്വസ്റ്റ്യൻ ഉന്നയിക്കാൻ തയ്യാറാവാതിരുന്നതിന് കാരണം ഒരുപക്ഷെ ഇങ്ങനൊരു ആളെ പെരുതാണ്. അങ്ങനെ ഒരു അർജുൻ മാത്രമല്ല, അവിടെ മറ്റ് പലരും മിസ്സായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ആവേശത്തിലാണല്ലോ ഉള്ളത്. അപ്പൊ നമ്മുടെ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ആ ഒരു അർജുൻ എന്ന് പറയുന്ന സഹോദരൻ നമുക്ക് തിരിച്ചു കിട്ടേ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് പൊട്ടത്തരം ശുദ്ധ അസംബന്ധം പറഞ്ഞു പരത്തിയ കുറെ നാറിയ ചാനൽ. അതിലെടുത്തു പറയേണ്ട ഒരു സാധനമാണ് റിപ്പോർട്ടർ ചാനൽ. ഈ റിപ്പോർട്ടർ ചാനൽ ഇത് എന്തായി കണ്ടക്ക? ഈ അരുൺ എന്ന് പറഞ്ഞ ഒരു സാധനം കുറെ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ പോയി ഷോ കളിച്ച് ഒരു ചോന്നൊരു സാധനമൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് ഒരു നീട്ടിയിട്ട് പിടിച്ച് ഇവന്റെ ഇന്റർവ്യൂ അവിടെ പോയിട്ട് എന്ത് പട്ടി ഷോ ആണ് ഈ അരുൺ കളിച്ചത്. ഒരു രേവന്ത് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അരിക്കൊമ്പന് വേണ്ടിയിട്ട് നടന്നൊരുത്തൻ, കലാമണിയുടെ സിമ്പതി പറ്റി ആ മരണത്തെ മുതലത്ത് നടന്നൊരുത്തൻ, ഒരു പിന്നെ പൂജ നടത്തി അങ്ങനെ വൈറലാവെന്ന് വിചാരിച്ച ഒരുത്തൻ, അവന്റെയൊക്കെ ബൈറ്റ് എടുക്കുന്ന അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് മാധ്യമപ്രവർത്തനമാണ് നീ? എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാണാം. ഞാൻ ഇനി പറയുന്ന വാക്കുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ഇന്നലത്തെ ദിവസം ഒരു ഉച്ചക്കുണ്ടായ ഒരു ഇന്റർവ്യൂ ആരുണ്ട് ചാനൽ വന്നെയാണ് റിപ്പോർട്ടറിൽ. അതൊരു ഡ്രൈവറോട് ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഡ്രൈവറോട് സംസാരിക്കുന്നത്. അരുണിന് ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജോ അറിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അരുൺ മലയാളത്തിൽ ചോദിക്കുന്നു, ആ കൂടെയുള്ള ആൾ ഹിന്ദിയിലെ ഡ്രൈവറോട് ചോദിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എത്ര ദിവസമായിട്ട് ഇവിടെ പണിയെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നത് പറഞ്ഞാൽ 7 ദിവസമായിട്ട് നമ്മളിവിടെ പണിയെടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇന്നലെ വരെ 7ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ആ ഡേ 1 മുതൽ അവരവിടെ പണിയെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം അരുൺ ചോദിക്കുന്നത് അതിലൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വെഹിക്കിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിയുടെ 15 വെഹിക്കിൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ 15 വെഹിക്കിൾ 7 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അരുൺ മലയാളത്തിൽ ക്യാമറ നോക്കി പറഞ്ഞെന്ന് പറഞ്ഞാല് 15ഓളം വാഹനങ്ങൾ ഇവിടെ ഈ ഒരു കമ്പനിയുടെ തന്നെ ഉണ്ട് എന്നെങ്കിലും
അതില് ഈ ഓവർലോഡൊക്കെ എടുത്തു പോകുന്നത് കൊണ്ട് പല വാഹനങ്ങളും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയെന്ന്. അങ്ങനെ ആ ഡ്രൈവർ പറഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, ഒന്നും കൂടി പോകണം അരുൺ കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ചാനലിൽ കാണാം. അരുൺ പറയാണ് എഞ്ചിൻ ഗിയർ ബോക്സ് ഇല്ല, എഞ്ചിൻ ഫെയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗിയർ ബോക്സ് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അരുൺ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ആ ഡ്രൈവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും അരുൺ വീണ്ടും എടുത്തെടുത്ത് പറയാണ് 15ഓളം വണ്ടി ഉണ്ടെങ്കിൽ അതൊരു 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 15ഓളം വെഹിക്കിൾ ഉണ്ടെങ്കിലും 7ഓ 8ഓ വെഹിക്കിൾ മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് ഈ അരുണൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്ത് മണ്ടത്തിലാണ് വിളിച്ചു പറഞ്ഞത്? അതൊക്കെ കേട്ട് ഏറ്റുപിടിക്കാൻ വേണ്ടി കുറേ നമ്മളെ ആൾക്കാർ എന്താ അസംബദ്ധാണ് ഇങ്ങനെ ഈ പറയുന്നത്. ഇന്നിപ്പോ ഇതാ മനാഫ് പറഞ്ഞിട്ട്, ഈ മനാഫ് ആദ്യ ദിവസം മുതൽ ആടെ പോയിട്ട് നശിപ്പിച്ച ഒരുത്തൻ മനാഫ്, പിന്നെ ഒരു രഞ്ജിത്ത്. ഈ നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് പട്ടി ഷോ ആണ് അവിടെ കളിച്ചത്, ഒരു സംശയമില്ല. അടി മനാഫിന് മേടിച്ചിട്ട് ആ മനാഫിനെ അട്ടിയല്ല, നല്ല അടി ചന്തി പൊളിക്കേണ്ട കേസാണ്. മനാഫ് വണ്ടിന്റെ മുതലാളിയോ എന്തും മുതലാളിയോ ഒന്നും വിഷയമല്ല, ഇവിടുത്തെ കാര്യമല്ല. പക്ഷെ മനാഫിന് രഞ്ജിത്തിന് അടി കിട്ടിയ, രഞ്ജിത്തിന് അടി കിട്ടിയെന്ന്. പക്ഷെ അടി അന്ന് ആ പോലീസിനൊക്കെ മനാഫിന് കിട്ടാൻ അമ്മാരി പട്ടി ഷോ കളിച്ചവൻ. ഇന്നിപ്പോ അതാ മനാഫ് വന്നിട്ട് പറയാണ് വണ്ടി എഞ്ചിൻ ഓണായെന്ന് പറഞ്ഞിട്ടില്ല, ഇത് ആരാണ് പരത്തിയതെന്ന്. ഇന്ന് വൈകുന്നേരം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തതാണ്, ഒരു ചാനലിൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് അവൻ പറയാണ് ഇങ്ങനെയൊക്കെ പറയാവോ, ഇത് ഏതോ യൂട്യൂബേഴ്സ് പറഞ്ഞു പരത്തിയാണെന്ന്. അപ്പൊ എന്ത് ഷോ ഓഫാണ് ഈ മനാഫ് ചെയ്യുന്നത്? മനാഫിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച രീതി നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു നോക്കാം. അതൊന്ന് നോക്കിയട്ടെ, എന്താ മനാഫ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഇന്ന് മനാഫ് പറഞ്ഞ എന്താണെന്നറിയോ? അതൊക്കെ മലക്കം പറഞ്ഞ് മനാഫ് പറയാണ് വണ്ടി ഓണായ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഇത് ആരാണ് പരത്തിയത്? ഇങ്ങനൊരു കാര്യം ആരാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുത്തിയാണ്? അപ്പോൾ അവിടെ കൃത്യമായിട്ട് നദിയിൽ 2ാമത്തെ ദിവസം വരെ നദിയിൽ ഈ സെർച്ചിങ് തുടങ്ങിയാണ്. ഈ സെർച്ചിങ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് തന്നെ 2ാമത്തെയും 3ാമത്തെയും ദിവസം 5-6 കിലോമീറ്റർ ദൂരം നിന്നൊക്കെ മൃതശരീരങ്ങൾ കിട്ടിയിരുന്നു. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ചാൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഇവരാ മണ്ണിന്റെ അടിയിലുണ്ട് പറഞ്ഞ് ഇത്രയും അത് ഇന്നലത്തെ വീഡിയോയിൽ മറ്റൊന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അരുണിന്റെ വീഡിയോ ആണ്. ഈ അരുണിനെ ഇങ്ങനെ കോട്ടയം കാരണം ഇമാതിരി ശുദ്ധ തെമ്മാടിത്തരം കളിച്ച ഒരു ആള്, വലിയ ഒരു റിപ്പോർട്ടറിന്റെ ഹെഡ്, ഒരു ചാനലിന്റെ ഹെഡൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടാണ് ഈ അരുണിനെ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്. അരുണിന്റെ ഒരു വീഡിയോയിൽ ഇന്നലെ സുജയ പാർവതിയാണ് പിന്നെ ഇതിലുള്ള ഫ്ലോറിലുള്ളത്, അരുണാണ് അവിടെ ഉള്ളത് സ്പോട്ടിൽ. അപ്പൊ അരുൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കൊടയൊക്കെ ഇങ്ങനെ പാറിപ്പോവുക. അപ്പൊ അരുൺ പറഞ്ഞത് ഇവിടെ അതിശക്തമായ കൊടുങ്കാറ്റാണ്, മഴയാണ്, ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ തടസ്സപ്പെട്ടത്. അപ്പോൾ എല്ലാ ദിവസവും സഹോദര അവിടെ തടസ്സപ്പെട്ടത് ഈ മഴ കൊണ്ടാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും ബോർഡർ സമീപ പ്രദേശങ്ങളിലെ ആ ഏരിയയിൽ മുഴുവൻ അതിഭീകരമായിട്ട് ഫ്ലഡൊക്കെ ഉണ്ടായ ദിവസങ്ങളായിരുന്നു അത്. എല്ലാ സ്ഥലത്തും നല്ല ശക്തമായിട്ടുള്ള മഴ, ശക്തമായിട്ടുള്ള കാറ്റ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ വൈകുന്നേരം ഈ പ്രതികൂലമായ കാലാവസ്ഥ കാരണമാണ് അവിടെ ഈ തെരച്ചിലൊക്കെ നിർത്തിവെച്ചത്. അപ്പൊ ഇന്നും നിർത്തിവെച്ചിട്ടുണ്ട് 5-6 മണിക്ക്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ് ആ ഏരിയയിൽ ഉള്ളത്. അതിപ്പോ ഇത്രയും വലിയ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു കുന്നാണ്. അത് വീണ്ടും ഇടിയാനുള്ള സാധ്യത ഉണ്ടല്ലോ, ഒലിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല വീഡിയോകളും കാണുന്നുണ്ട്. ഈ അരുണിനെ ഇന്നലെ പറയുന്നുണ്ട്, അരുണിന്റെ കൊടയൊക്കെ പറന്നു വന്നു. അപ്പോ സുജയ് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുക, ക്യാമറമാനെയും കൂട്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം അവിടുത്തെ സിറ്റുവേഷൻ. എന്നിട്ടും ഇവിടെ മറച്ചു വെച്ച് അവരൊന്നും രക്ഷാപ്രവർത്തനം നടത്തില്ല. പിന്നെ ആൾക്കാരെ അങ്ങോട്ട് വിടുന്നില്ല. 4 കിലോമീറ്റർ മുന്നേ സ്റ്റോപ്പ് ചെയ്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 1,200 മീറ്റർ നീളത്തിലാണ് ഈ ഒരു മല ഇടിഞ്ഞു വീണിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു മലയാണത്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അത് ആ മലയുടെ ഹൈറ്റും അതിന്റെ ആക്ച്വൽ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് വിടുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സംഭവിച്ചാലോ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ വീണ്ടും നമുക്ക് കൂടുതൽ നാശനഷ്ടം ഉണ്ടാവുക, കൂടുതൽ ആളപായം ആണല്ലോ അവിടെ ഉണ്ടാവുക. അതുകൊണ്ടൊക്കെ ആണല്ലോ അങ്ങനെ പോലീസും സിസ്റ്റമൊക്കെ വന്നിട്ട് അവിടെ തടയുന്നത്. നമ്മുടെ നാട്ടിലായാലും തടയില്ല. ഒരു വലിയൊരു അപകടം നടന്നാൽ അവിടത്തേക്ക് എല്ലാവരും പോകാൻ അനുവദിക്കില്ലല്ലോ. അതിനുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമല്ല അങ്ങോട്ട് ഉദ്യോഗസ്ഥർ മാത്രമല്ല അങ്ങോട്ട് പോകാൻ പറ്റൂ. ജനങ്ങളെയും കണ്ട യൂട്യൂബേഴ്സിയും ഈ പട്ടി രേവന്തിനെ പോലെയുള്ളവൻ അവൻ എന്താ അവിടെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനൊക്കെ എന്ത് പട്ടി ഷോണ് അവിടെ നടന്നത്? അവനവിടെ നിന്ന് വരച്ചു നോക്കാൻ പോയാനാണ്. അവന് മുമ്പിലേക്ക് അവന്റെ അണ്ണാക്കിലേക്ക് കുത്തിക്കൊണ്ട് ആടെ ഡോക്ടറായിരുന്നു പറഞ്ഞൊരു മരമണ്ട തവളയും. അവൻ എന്തായി ചെയ്യുന്നത്, തേങ്ങയായി ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. അവനാരാണ്? അവനൊക്കെ അടിക്കാൻ ആരുമില്ല ഇവിടെ. അവൻ അവിടെ പോയി ഷോ എന്നെ കയറും. അവനെ കയറ്റി വിടുന്ന അവനാരാന്നേ. പിന്നെ 3ാമത്തെ ദിവസം മനാഫ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഇവർ പറഞ്ഞു, അതും ചാനലിലൊക്കെ ഉണ്ട്. ഞാൻ ഇന്നും ഇപ്പൊ ഈ വീഡിയോ ചെയ്തതിന് മുന്നേ ഞാൻ അവന്റെ കുറെ ദിവസം മുന്നിലെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ആ മനാഫ് അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞമ്മളെ 2 ആളെ മലപ്പുറത്ത് വന്നിട്ട് ഓരെ കയറാൻ പെടുന്നില്ല, ഞമ്മളെ 2 ആള് വന്നിട്ടുണ്ട്, ഞമ്മളെ 2 ആളെ നമ്മൾ നോക്കാൻ പോയിട്ട് ഞമ്മളെ 2 ആളെ വിട്ടില്ല. ഈ ഞമ്മള് ഇവനാരാണെന്ന് ഇവൻ കൊണ്ടുവരാൻ വേണ്ടി ഇവനാരെയാ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി അങ്ങോട്ട് കൊണ്ടുപോയിനി?
ആദ്യത്തെ ആൾക്കാർക്കല്ല ഇവരെ എന്താണെന്ന് അറിയോ. ഇപ്പൊ ഒരു മന്ത്രിയോ ഒരു MLA അല്ലെങ്കിൽ ഒരു MP പോയാൽ അവർക്കറിയാം ഇത് അതിലുള്ള പല പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇവൻ പറയാം നമ്മളെ രണ്ടാളെ മലപ്പുറത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് അവർ എക്സ്പേർട്ടാണ്, ഓരങ്ങോട്ട് കയറ്റി വിട്ടില്ല. ഇവൻ ആരാണ് ആള്? അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ മനാഫ എന്തോ ഒരു നിഗൂഢത ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ പറയേണ്ടിരിക്കുന്നു. ഈ 8ാമത്തെ 9ാമത്തെ ദിവസം നമുക്ക് വളരെ വേദനയോടുകൂടി ഇങ്ങനെ പറയേണ്ടിരിക്കുന്നത്. കാര്യം ഇവരൊക്കെയാണ് ഇതിനൊക്കെ തിരിച്ചുവിട്ടത്. എന്തെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നത് പോലും ഒരുപക്ഷെ നശിപ്പിച്ച ഇവരാണ് കള്ള പ്രചരണം എടുത്തിട്ട്. ഇപ്പൊ വീട്ടുകാര് ഒരു അനാവശ്യമുള്ള ഗോഷ്ഠി കളിക്കാൻ വേണ്ടി വന്ന ആർമിക്കാരെന്നൊക്കെ പറഞ്ഞത് എവിടുന്നാണ് ഇങ്ങനെ കിട്ടുന്നത്? ഒരു മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെന്താണെന്ന് അറിയാത്ത സമയത്ത് ഇങ്ങനെ മാധ്യമങ്ങൾ വന്ന് ചർച്ചയ്ക്കിരിക്കുക, ചാനലുകളിൽ നിന്ന് ചർച്ചയ്ക്കിരിക്കുന്ന ഒരു സ്ത്രീ, അവിടെ എന്ത് പരിതാപകരമായ അവസ്ഥയാണ്, എന്ത് നാണക്കേടാണ്. അവരെന്തിനാണ് ഇവർക്ക് ഫേസ് കൊടുക്കുന്നത്? അവർക്ക് അവരുടെ മകനെ ഭർത്താവിനെ സഹോദരനെ അവരെ കിട്ടില്ല, അവരെ കാണുന്നില്ലല്ലോ. അവരങ്ങനെ ഒരു അത്രയും വിഷമത്തിലുള്ളത്. ആ സമയത്ത് ഇവര് ചാനലിൽ വന്ന് ഇരിക്കേണ്ട അവസ്ഥ എന്താണ്? ഉടുത്തിരിങ്ങി ഇരിക്കേണ്ട അങ്ങനെ ചാനലിൽ വന്ന് ചർച്ചയ്ക്ക് ഇരുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചോദ്യം, ഇന്നലെ ഷാനി പ്രഭാകരൻ ചോദിച്ച ചോദ്യം എന്താണ്? അതിനൊക്കെ മുഖം കാണിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടാ? പത്രക്കാരെ കാണേണ്ട ആവശ്യമുണ്ട്? ഇങ്ങനെ ആവശ്യത്തിന് മാത്രം കണ്ടാൽ പോരെ? ഇതെന്താണ് ഇത്ര മീഡിയ അറ്റൻഷൻ കണ്ടു? എന്താണ് ഈ ചെയ്യുന്നത് ഇവര്? ഇപ്പൊ മനസ്സിലായില്ല. അതേവേദി ഈ ആദ്യ ദിവസങ്ങളിൽ കർണാടക ഉദ്യോഗസ്ഥരെല്ലാം കുറ്റം പറഞ്ഞൊക്കെ തിരിച്ചത്. ഇപ്പൊ കുറെ ആൾ ഇന്ന് പോസ്റ്റ് കണ്ടു കർണാടക ഉദ്യോഗസ്ഥരാണ് ശരിയെന്ന്. അപ്പൊ മനാഫ് ഇന്ന് മറ്റേ സാധനം മറിച്ചം കിട്ടുമല്ലോ, എന്റെ മൊഴിയെല്ലാം മാറ്റി ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം പറയാം മനാഫ് പറഞ്ഞെന്ന് പറഞ്ഞാല് ഭാരത് ബെൻസുകാർ തന്ന ഡീറ്റെയിൽസിലെ പ്രശ്നമാണ് ഇതിനൊക്കെ കാരണമെന്ന്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ അത് ഭാരത് ബെൻസുകാരുടെ മേല് പിഴചാരി. പിന്നെ ഇവർ ഫോൺ ഓണായി എന്ന് ഫാമിലി പറഞ്ഞത് അത് ഇതുവരെ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അതായത് ഫോണിന്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ ഒഫീഷ്യലി അതിന്റെ റിപ്പോർട്ട് ഏതായാലും പുറത്തു വന്നില്ല. ഇങ്ങനെ പറയുന്നുള്ളൂ, ആ കുടുംബം പറയുകയാണ് ബെല്ലടിച്ചെന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു റിങ് പോയിട്ടുണ്ടോ എന്നാണെന്നുള്ളത് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ അത് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്നുള്ളത് ക്ലിയർ ആണ്. അത് ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് പറഞ്ഞു വരട്ടിയത്? ആരാണ് ഇതിന് പിന്നിൽ? എന്ത് മോശം പരിപാടിയാണ്. ആ ഒരു സിസ്റ്റത്തെ, അവിടെ നടന്നിരുന്ന ഒരു സിസ്റ്റത്തെ പിന്നെ ഇത് വലിയ ഇത് ഇപ്പോഴും നല്ല മനസ്സിലാവും. ഇതിപ്പം മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും കർണാടക കേരളം എന്നുള്ളൊരു അവിടെ ഒരു സംഭവം വരും. അത് നമ്മൾ ഉറപ്പായും ഫേസ് ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും അത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മലയാളം ചാനൽ അപ്പൊ എല്ലാവരോടും ഒരു റിക്വസ്റ്റും കൂടി, ഇമാര് നമ്മുടെ ചാനലൊക്കെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇമാര് ഭീകരമായ ഷോ നടത്തും. ഇതിപ്പം പറയുമ്പോഴേക്കും നീ ഇത് പറയുന്നത് നിന്റെ ചാനലിൽ കുറെ വ്യൂ കിട്ടാൻ വേണ്ടിയില്ലെന്ന് ഒരു കുന്തും സംഭവിക്കില്ല. എന്റെ ചാനലിൽ വ്യൂ കിട്ടിയാലും എനിക്കൊന്നും മാറ്റില്ല, കിട്ടിയില്ലേ എനിക്കൊരു വ്യത്യാസമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം പറയാറുണ്ട് എന്ന് എന്റെ സുഹൃത്തുക്കൾക്കും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇങ്ങനെയെല്ലാം പ്രതികരിക്കാറുണ്ട്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് 6-7 ദിവസമായിട്ട് പ്രതികരിക്കാതിന് കാരണം ഒരു ജീവന്റെ കാര്യമാണ്. അപ്പൊ അത് എന്തെങ്കിലും പറഞ്ഞാൽ അത് മോശമായിട്ട് നെഗറ്റീവായിട്ട് എടുത്തേക്കാം ആൾക്കാർ, അതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോ ഇത് പറഞ്ഞേ പറ്റും. കാര്യം അമ്മാതിരി തെമ്മാടിത്തിലാണ് മനാഫും ഈ പറഞ്ഞ ഈ പിന്നെ റിപ്പോർട്ടറിലെ മൊട്ടയരോടും ടീമൊക്കെ അവിടെ വന്ന് ഷോ കളിച്ചത്. ആ രേവന്തിന്റെ അണ്ണാക്കിലേക്കെല്ലാം കുത്തി മേക്ക് പിടിച്ചൊരു ഷോ ഉണ്ട്. അതൊന്ന് ചാനലിട്ട് കണ്ടാൽ മതി, ഗൂഗിളിലെല്ലാം ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ. എന്താ ഈ അരുണിൽ എന്ത് അവനൊരു ബോധമില്ലാത്തവനാണ് അവൻ. ഇവൻ ആരാണ് അവൻ ചോദിക്കാൻ വേണ്ടി? അവന്റെ ആ ഒരു കാവി ജാക്കറ്റ് കണ്ടാൽ അവിടുത്തെ റെസ്ക്യൂ ടീമിന്റെ വലിയ ഓഫീസറാണെന്ന്. എന്താ ഷോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പ്രത്യേകിച്ച് മലയാള ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അവിടുത്തെ ലോക്കൽ ചാനലും മറ്റു പല ചാനലുകൾക്ക് നോക്കുക. എന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിലേക്ക് സോഷ്യൽ മീഡിയയിലേക്കും ഈ സാധനം വാരി എറിയുക. പിന്നെ അവിടെ രാഷ്ട്രീയം പറയുന്നത് ആദ്യ ദിവസങ്ങളിലും കണ്ടേന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കുറെ ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും കുറെ ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യണം സംഖ്യകളിൽ നിന്ന് ഇതിനപ്പുറം എന്താ പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ സംഖ്യകൾ വന്നു. കർണാടകയിൽ ഭരണം കോൺഗ്രസ് ആണ്, കർണാടകയിൽ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ അതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടി സംഖ്യകൾ. UP-യിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല്ലേ. അപ്പൊ ഇവിടെ ഭരണന്മാര് തൊട്ടടുത്ത ഭരണന്മാരെ ഇവരറിഞ്ഞിട്ട് ഇവരാ വന്നിട്ട് വലിയ മറ്റേ പ്രസംഗം നടത്തുന്നത്. ഒരു ചെറിയൊരു കാര്യമാണ് സംഖ്യകളിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കുന്നത്. എന്ത് മനുഷ്യമായ. അപ്പൊ ഇങ്ങനെ കുരുട്ട് മാത്രം മത തീവ്രവാദ വർഗീയത പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വേറൊരു വിഭാഗം വളരെ മോശം അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള മലയാള മാധ്യമങ്ങൾ ഈ അനാവശ്യമായി പറയുന്ന കുറെ ചാനലുകൾ ഒഴിവാക്കി തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം, കമന്റിലായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.